ഹായ് ഹലോ. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. കയ്പ്പൊക്കെ കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കുമല്ലോ ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെ മടിയുള്ളവർക്കായിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഒട്ടും കയ്പ്പില്ലാതെ നമുക്കിതാ കയ്പ്പൊക്കെ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാനും കഴിക്കാനും പറ്റുമേ. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വലിയോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നല്ല വലിപ്പമുള്ള ഒരു കയ്പ്പക്കയായിട്ട് എടുത്തിട്ടുള്ളത്. പാവക്കാന്നും പറയുക ഇതിന്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് ഭാഗത്തുനിന്നും ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് തടിയുള്ള രീതിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. നല്ല തടിയും പാടില്ലേ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ഈ ഒരു പാവക്ക മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, ആ കുരുവും അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം കല്ലുപ്പ് ഇട്ടെടുക്കുന്നത്, നിങ്ങൾക്ക് പൊടിയുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പൊടിയുപ്പും ചേർക്കാം കേട്ടോ. പക്ഷേ കല്ലുപ്പ് ഇടുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതേ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ആ ഒരു ഉപ്പ് ഒന്ന് മെൽറ്റായി ആ ഒരു വെള്ളം വരണം കേട്ടോ. ഈ ഉപ്പും നമ്മളെ കയ്പ്പൊക്കെ കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടും. അങ്ങനെ ആകുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കയ്പ്പൊക്കെയിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മളെ കയ്പ്പൊക്കെ നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 വെള്ളത്തിൽ കയ്പ്പൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ആ ഒരു കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ കയ്പ്പക്കയിലെ പകുതിയോളം കയ്പ്പങ്ങ് മാറിക്കിട്ടേ. അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ കൈ എടുത്തിട്ടുള്ള നമ്മൾ ഈ ഒരു കയ്പ്പൊക്കെ നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടാട്ടോ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അപ്പച്ചെമ്പ്. അപ്പോൾ ആവി കയറ്റിയെടുക്കുന്ന ആ ഒരു ചെമ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ട് നമ്മളെ പാവക്കനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ്, ഒരുപാട് സമയം വേവിച്ചിട്ട് ഇത് ഉടനെ പോരുത്. 1-2 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കയ്പ്പക്കയിൽ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി കേട്ടോ, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങൾക്ക് സാധാ പൊടി വേണമെന്നുണ്ടെങ്കിൽ, മുളക് പൊടി സാധാരണ വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 3/4 എടുക്കണ്ട, 1/2 ടീസ്പൂണും മതിയാവും, ഒരുപാട് എരിവായി പോകണ്ട. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട്. ആ 3/4 ടീസ്പൂണോളം നമ്മൾ വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്. വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീരായാലും മതിയേ. രണ്ടിലേതെങ്കിലും ഒന്ന് എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണും നമ്മൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാട്ടോ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു കയ്പ്പക്കയിൽ വെള്ളമൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് 1-2 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ പാവക്ക നന്നായിട്ട് ചൂടൊക്കെ അങ്ങ് ആറി കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ ഒരു മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ കയ്പ്പക്കയിലെ ഏകദേശം 3/4 ഭാഗത്തോളം കയ്പ്പൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും, കയ്പ്പൊട്ടും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഒരു മസാലയിലേക്ക് കയ്പ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്പ്പൊക്കെ ആകെ അങ്ങ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിത് വേവിച്ചെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചെറിയതായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം കയ്പ്പൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൽ എന്തായാലും ഉപ്പും മഞ്ഞളും മുളകും എന്തായാലും ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ വിനീഗറോ ചെറുനാരങ്ങയോ നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ബാക്കി ഒന്നും ചേർത്തില്ലെങ്കിൽ വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർക്കാൻ വേണ്ടി മറക്കരുതേ.
അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇതിലേക്ക് നമ്മൾ കയ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒരു ട്രിപ്പായിട്ടാട്ടോ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി നന്നായിട്ട് നല്ല കറുമുറുന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാനിപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിലിപ്പം കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് ഇനി നല്ല അരിപ്പൊടി ചേർക്കുന്നതാണെങ്കിലും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമേ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കൂലേ നമ്മൾ, ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയേ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാതെ ഈ ഒരു പാകത്തിന് നമുക്ക് റെഡി ആയിട്ട് കിട്ടിക്കോളും. ക്രിസ്പി ആയിരിക്കും, എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും കളറൊന്ന് മാറി ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങൂലേ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പാവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ടേ. ഈ ഒരു പാകത്തിനായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ സമയം എടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. അധികം ആൾക്കാരും പാവക്കൊക്കെ കയ്പുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ മടിയുള്ളത്. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ, പാവക്കൻ്റെ കയ്പ് നമ്മൾ അറിയേയില്ല കേട്ടോ. ഒട്ടും കയ്പില്ലാതെ നമുക്ക് ഈ ഒരു കയ്പക്ക ഫ്രൈ കഴിക്കാൻ വേണ്ടി പറ്റുമേ. ചോറിന് ഇതൊന്ന് മാത്രം മതിയാവും. ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ക്രിസ്പിയാണ്, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടോ ഉണ്ടാകാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി പാവക്ക ഫ്രൈ ആട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ.